ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുവാവകൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു നേന്ത്രക്കായൻ്റെ കുറുക്കാണ്. അപ്പോൾ നല്ല നേന്ത്രക്കായ ഉണങ്ങിയിട്ട് പൊടിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പൊടി നമുക്ക് മാർക്കറ്റിലെല്ലാം കിട്ടും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഞങ്ങൾ തന്നെ നേന്ത്രക്കായ അരിഞ്ഞ് ഉണക്കിയതാണ്. അപ്പോൾ ഇതുപോലെ നല്ല പൊടിയായി കിട്ടുന്നത് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതിനകത്ത് നല്ല പൊടിച്ചെടുക്കണം. നമുക്ക് കട്ടയൊന്നും ഇല്ലാണ്ട് തരിയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ പൊടിച്ചെടുത്തതിൽ കുറച്ച് തരിയൊക്കെ ഉണ്ടാവും. എന്നാലും അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നല്ല തരിച്ച് ഫൈൻ പൊടിയാവുന്ന രീതിയിൽ തരിച്ചെടുക്കണം. ഈ തരിച്ചെടുത്തിട്ട് വേണം നമ്മളതുകൊണ്ട് കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലപോലെ തരിച്ചെടുത്താൽ നല്ല ഫൈൻ പൊടിയായിട്ട് കിട്ടും. Catching a crazy love moving through me like a wildfire, like a wildfire. എന്നിട്ട് ആ തരി നമ്മളങ്ങ് മാറ്റുവാണ്. എന്നിട്ട് ഈ പൊടിയിൽ ഒരു സ്പൂണോ 2 സ്പൂണോ എത്ര മതി ഒരു നേരത്തെ കുറുക്കിന് വേണ്ടിയിട്ട്. അതിന് ആദ്യം നമ്മൾ അതിനകത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തരിയൊക്കെ മാറി ഒരു ദോശമാവ് രൂപത്തിൽ കുറുക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് വേവിച്ചെടുക്കാൻ സുഖമായിരിക്കും. കട്ടയൊന്നും വരാത്ത രീതിയിൽ വേഗം സുഖമായിട്ട് നമുക്കിത് ഒരു കുറുക്കാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും പാലൊക്കെ ഒഴിക്കാം, പാലും വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ ഒഴിക്കുന്നത് വെള്ളമാണ്. വെള്ളത്തിലാണ് ഞാൻ കുറുക്ക് ഉണ്ടാക്കുന്നത്, പാലിൽ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസാക്കി എടുത്തിട്ട് നമ്മളിത് നല്ല തിളപ്പിച്ച് നല്ല ഇളക്കി കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ കുറുക്ക് ഇവിടെ ആകും. ഈ രീതിയിലാവുമ്പോഴത്തേക്കും നമ്മുടെ കുറുക്ക് ഇവിടെ ആയിട്ടുണ്ടാവുക. ഇതിനകത്തേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് പനങ്കൽക്കണ്ടം ഇടുക. ഞാൻ പനങ്കൽക്കണ്ടമാണ് ഇടുന്നത്, പഞ്ചസാരയൊന്നും യൂസ് ചെയ്യാറില്ല. ഇത്തിരി പനങ്കൽക്കണ്ടം ഇടാറുള്ളൂ, ഇത്തിരി മധുരത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് എന്താ മധുരത്തിന് ഇടുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഈ കുറുക്കിലേക്ക് ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുറുക്ക് ഇവിടെ റെഡിയാകും. ഇനി ഇത് അലിയുന്ന വരെ ഒന്ന് നല്ല ഇളക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ, നമ്മുടെ കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞാവൾക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു കുഞ്ഞാവയ്ക്ക് കൊടുക്കാനുള്ള കുറുക്ക് വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ.